അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട, നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കാം. കർത്താവ്, ഫെബ്രുവരി 25 ചൊവ്വാഴ്ച ഇന്നത്തെ ദിവസം അങ്ങ് നൽകിയതിന് നന്ദി പറയുന്നു ഈശോയെ. അങ്ങയുടെ മക്കളെ മുഴുവനായി അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ, അവരുടെ ഇന്നത്തെ ഏറ്റവും ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ, അവരുടെ യാത്രകൾ, അവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, വർക്ക് അറ്റ് ഹോമായി ചെയ്യുന്നവർക്കുണ്ടാകുന്ന വിഷയങ്ങൾ, വീട്ടിലെ പല വിഷയങ്ങളും പെൻഡിങ്ങായി കിടക്കുമ്പോൾ പറഞ്ഞു തീർക്കാനുള്ളവരുണ്ടാകും. ചില വിഷയങ്ങൾ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ പറഞ്ഞ പൊട്ടിത്തെറി ഉണ്ടാകുമോ, അത് ഉൾക്കൊള്ളുമോ, എങ്ങനെ ഉൾക്കൊള്ളുമോ എന്നൊക്കെ അറിയാൻ ആശങ്കയോടെ നടന്നിട്ട് ഇത് പൂച്ചക്കാരും മണികെട്ടും എന്നുള്ള രീതിയിൽ ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട് ഈശോയെ. അവരെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, കർത്താവ്, ചില സംഭവിക്കാൻ സാധ്യതയുള്ള ചില വിഷയങ്ങൾ സംഭവിച്ചാൽ തകർന്ന് സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഭവിക്കാതിരിക്കാൻ സാധ്യതയില്ല. ഇങ്ങനെ കിടന്ന ഒരു നൂൽക്കമ്പിയെ കൂടി ഇങ്ങനെ പോകുന്ന അവസ്ഥ ഉണ്ട് ഈശോയെ. അങ്ങനെയുള്ള സംഘർഷം കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഈശോയെ, ഇനി എല്ലാപാടും സംഭവിക്കട്ടെ, ചാകണേ ചാകാം, അങ്ങനെ നിരാശയോടെ ജീവിച്ചിരിക്കുന്ന വൈകാരിക മേഖലയിൽ ജീവിക്കുന്നുണ്ട് ഈശോയെ. അവരെ മുഴുവനായിട്ട് ഞാൻ ഈ അൾത്താറയിൽ ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഈശോ, ഈ ഒരു മാനസികാവസ്ഥയിൽ ആരൊക്കെ ഉണ്ടോ അവരെയെല്ലാം നീ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഒത്തിരി അബോർഷണം സംഭവിച്ചിട്ട് ഒരു കുഞ്ഞിനെ പോലും കിട്ടാത്ത അമ്മമാർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, അതുപോലെ തന്നെ ജീവിത മാർഗങ്ങളെല്ലാം മുട്ടിപ്പോയവരുണ്ട്. ജീവിത മാർഗങ്ങൾ മുട്ടിക്കുന്നതിന് വേണ്ടി കേസൊക്കെ കൊടുത്തിരിക്കുന്നവരും അതിൻ്റെ പേരിൽ കടങ്ങൾ മേടിച്ച് വരുമാന മാർഗ്ഗമില്ലാത്തതുകൊണ്ട് കടം മേടിച്ച് മുടിയുന്നവരുണ്ട്. ഇങ്ങനെ അതുകൊണ്ട് വൈരാഗ്യവും വിദ്വേഷവും പരസ്പരമുള്ള അവരെൻ്റെ കൈ കിട്ടിയ ശരിപ്പെടുത്തുമെന്നുള്ള തിന്മയുടെ ശക്തികളിലെല്ലാം വിട്ട് കുരുങ്ങിപ്പോയവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ള എല്ലാവരെയും ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുകയാണ്. എൻ്റെ കർത്താവെ, ഇതേ മാനസികാവസ്ഥയിൽ സ്വദേശത്തും വിദേശത്തുള്ള ജയിലുകളിലും വിദേശത്തുള്ള കേസുകളിലുമൊക്കെ പെട്ടിരിക്കുന്ന എല്ലാവരും, നാട്ടിലുള്ള കേസുകൾ, പോലീസ് കേസുകൾ, കോടതി കേസുകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ എന്തെല്ലാം വേദന അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം കർത്താവ് ഏറ്റെടുക്കട്ടെ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ, SLC കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് യോഗ്യതാ പരീക്ഷകൾ, മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന എല്ലാ മക്കളെയും കർത്താവ് ആശീർവദിക്കട്ടെ. പലവട്ടം പരീക്ഷ എഴുതി പരാജയപ്പെട്ടു. ഇനിയൊരു പരീക്ഷയ്ക്ക് കർത്താവെ എനിക്ക് ഇടവരുത്തല്ലേ, ഞാൻ ഇനി ഒരു IELTS എഴുതി പാസ്സാകാനില്ല, അതിന് ഡേറ്റ് തീരാൻ പോകുന്നു എന്നൊക്കെ വിചാരിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ, കർത്താവ് അതൊക്കെ മുമ്പ് എനിക്ക് ജോലി കിട്ടാനേ, വിഷ വരാൻ ഇടയാക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവരുടെ എല്ലാം കണ്ണുനീരുകൾ ഞാൻ കർത്താവിന് തിരിച്ച് സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഈശോ, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞില്ലെന്ന് ഓർത്ത് ആരെങ്കിലും വിങ്ങിയെന്നുണ്ടെങ്കിൽ അവരെ കൂടി ഞാൻ ഈ സമയത്ത് അങ്ങനെ തിരിച്ചു വെക്കുന്നു. അവരെ ആശീർവദിക്കുകയും അവർക്ക് സാക്ഷ്യം പറഞ്ഞ് സന്തോഷം തിരിച്ചു വരാൻ ഇടയാക്കുകയും ചെയ്യട്ടെ. സ്വീകരണത്തിന് സാക്ഷിയാക്കിയതിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സാന്ദ്ര, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു.
ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022-ലാണ്. അന്ന് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള ഇങ്ങോട്ട് വരാനുള്ള ഒരു ഐഡിയയിലല്ലായിരുന്നു. കാരണം അന്ന് എൻ്റെ അമ്മയായിരുന്നു വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മയാണ് പോകാനിരുന്നത്. പക്ഷേ അമ്മയ്ക്ക് അന്ന് പോകാൻ സാധിച്ചില്ല. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ഞാൻ അമലയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ എനിക്ക് ലീവ് കിട്ടുകയാണെങ്കിൽ ഞാൻ പോകും അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എൻ്റെ ഇൻചാർജ് എന്നെ വിളിച്ചിട്ട് പറയാണ്, നാളെ നീ ലീവ് എടുത്തോ, പേഷ്യൻസ് കുറവാണ് എന്ന് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ അങ്ങോട്ടൊന്നും ചോദിച്ചില്ല. സിസ്റ്റർ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു. കാരണം എൻ്റെ ലീവുകളൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ എന്നാലും സിസ്റ്റർ എന്നെ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു, നീ നാളെ ലീവ് എടുത്തോ, കാരണം പേഷ്യൻസ് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇങ്ങോട്ട് വരാൻ നിയോഗിക്കപ്പെട്ട ആൾ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു. അന്ന് എനിക്ക് എങ്ങനെ എഴുതണ്ടേ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ എഴുതി. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ OET ആണോ എഴുതണ്ടേ, ജർമ്മനാണോ പഠിക്കണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ എനിക്ക് ജർമ്മൻ തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ എക്സാമിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യപ്രവൃത്തിയും ഒന്നും ഞാൻ ചെയ്തിരുന്നില്ല. പക്ഷെ ഞാൻ എന്നും 5:30 പ്രാർത്ഥിക്കും, വൈകിട്ടുള്ള പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും, അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ അമലയിലാണെങ്കിലും ഞങ്ങൾക്ക് കെയർ മുന്നേ തുടങ്ങണം. അപ്പോൾ ഞാൻ 5:30 4 മണിക്കൊക്കെ ഞാൻ എത്തിക്കുമായിരുന്നു. അങ്ങനെ ഇത് തുടങ്ങി. എക്സാം എഴുതിയപ്പോൾ ഞാൻ 2 മൊഡ്യൂളാണ് ആദ്യം അറ്റൻഡ് ചെയ്തത്. എനിക്ക് കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു. അങ്ങനെ അത് 2ഉം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ വീണ്ടും എക്സാം എഴുതി. അപ്പോൾ എനിക്ക് 4 എഴുതിയതിൽ 3 കിട്ടി, 1 കിട്ടിയില്ല. എന്നിട്ടും ഞാനിങ്ങനെ തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഞാനിങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പാത്രം കൊടുക്കാൻ എനിക്ക് മടിയായിരുന്നു. കുറച്ച് കൊടുക്കും, കുറച്ച് അങ്ങനെ വെക്കും, അങ്ങനെയായിരുന്നു. അതിനുശേഷം ഞാൻ കുറേ മാതാവിൻ്റെ അടുത്ത് സോറി പറഞ്ഞു. മാതാവേ, ഞാൻ ഇത് ഫുള്ള് ചെയ്തിട്ടില്ല, ഇനി മുതൽ ഞാൻ ഇത് മുടങ്ങാതെ ചെയ്യും, എല്ലാം ഉടമ്പടി പ്രകാരം ജീവിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തു. അതിനുശേഷം ഞാൻ ഓരോ എക്സാം എഴുതുമ്പോഴും എനിക്ക് കിട്ടാണ്ട് വരും. ഞാൻ പിന്നെ പറയും മാതാവിൻ്റെ അടുത്ത്, മാതാവ് ഇനി എനിക്ക് കിട്ടുകയാണെങ്കിൽ സെൻറ്റർ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. സെൻറ്റർ കിട്ടുകയാണെങ്കിൽ അതെനിക്ക് എക്സാം പാസ്സാവുന്ന ഒരു സ്ഥലമാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നെ കുറേ നാൾ സെൻറ്റർ കിട്ടാണ്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി എനിക്ക് കിട്ടണത് സെൻറ്റർ കിട്ടിയാൽ തന്നെ ഞാൻ പാസ്സാവുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എനിക്ക് ഹൈദരാബാദിലെ ഒരു ഇത് കിട്ടി. അവിടെ എക്സാമിന് ചെയ്യുന്നപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ഇതിന് മുന്നിൽ ഒരു മാതാവിൻ്റെ ഗ്രോട്ടയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റായി, ഞാൻ എന്തായാലും പാസ്സാവുമെന്ന് എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ ചെയ്യുന്നപ്പോൾ എനിക്ക് സ്പീക്കിംഗ് മൊഡ്യൂളാണ് കിട്ടാണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ പാർട്ട്ണർ അന്ന് ഇട്ടുണ്ടായിരുന്നത് ബ്ലൂ ഷർട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതെന്തായാലും മാതാവിനെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ബ്ലൂ ഷർട്ട്, പിന്നെ അവിടെ മൊത്തം ഗ്രീനാണ് അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഉപ്പ് ഇട്ട് എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസ് ഭയങ്കര ടഫായിരുന്നു. പക്ഷേ എനിക്ക് എങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് അറിയില്ല. മാതാവ് എനിക്ക് പറഞ്ഞത് പോലെ ഞാൻ എല്ലാം പറഞ്ഞു. അങ്ങനെ എനിക്ക് എക്സാം ഞാൻ പാസ്സായി. അതിനുശേഷം ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ആദ്യത്തെ തവണ കിട്ടിയില്ല. പിന്നത്തെ തവണ ഞാൻ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് കാശുരൂപായിട്ട് പോയി. ആ സമയത്ത് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ജലദോഷവും പിന്നെ ചെവിയൊക്കെ അടഞ്ഞ പോലെ അന്ന് ഭയങ്കര എനിക്കൊന്നും നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. അവർ പറഞ്ഞത് കേൾക്കോ, നെറ്റ് അങ്ങനെ പ്രോബ്ലം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, 2 തിരിയും കത്തിച്ച് വെച്ചു, പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ അവിടെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് 1/2 മണിക്കൂർ പറഞ്ഞ ഇൻ്റർവ്യൂ 10 മിനിറ്റ് ആകുമ്പോഴേക്കും എൻ്റെ കഴിഞ്ഞു. അത് അവർ ചോദിക്കല്ല ചെയ്ത്, അവരെൻ്റെ അടുത്ത് പറഞ്ഞു, തനിക്ക് എന്താണ് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ളത്, നീ ചോദിച്ചോ, ഞങ്ങൾ പറയാമെന്ന്. അന്ന് ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞിരുന്നു, ഇന്നിങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പോകണം, നീ സംസാരിക്കണത്, നിൻ്റെ അടുത്ത് സംസാരിക്കണത് ഈശോയും അമ്മ മാതാവായിരിക്കും ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു വേർഡ് അച്ഛൻ പറഞ്ഞിരുന്നു. അപ്പം ഞാനത് വിശ്വസിച്ചു. എനിക്ക് ഇൻ്റർവ്യൂവിന് അമ്മ മാതാവും ഈശോപ്പനായിരിക്കും ഞാൻ വിചാരിച്ചു. അതുപോലെ തന്നെ എനിക്കൊരു അമ്മ മാതാവിൻ്റെ പോലെ തന്നെ ഒരു നല്ലൊരു ലേഡി ആയിരുന്നു, പിന്നെ ഒരു ആളുണ്ടായിരുന്നു.
അപ്പോൾ ആ സമയത്ത് അവരിങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്, എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, അവരെൻ്റെ പേര് എഴുതിയെടുത്തു, അപ്പോൾ തന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അരമണിക്കൂർ നീണ്ട എൻ്റെ ഇൻ്റർവ്യൂ വെറും 10 മിനിറ്റിനുള്ളിലേ കഴിഞ്ഞു. അപ്പോൾ തന്നെ അവർ സെലക്ട് ആയി എന്നും പറഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ ഫലമായിട്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടേക്ക് അയക്കേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മളിത് കൊറിയർ വഴിയാണ് അയക്കണത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും നമ്മൾ കൊറിയർ വഴി അയക്കേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ട്രാക്കിംഗ് നമ്പർ നോക്കി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയയും ഇല്ല, ഒരു അപ്ഡേഷനും ഇല്ല, അവിടെ എത്തിയെന്നൊന്നുമില്ല. അപ്പോൾ അവർ എന്നിട്ട് അവിടെ നിന്ന് ഒരു കസ്റ്റംസിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു, നിങ്ങളുടേത് കൊറിയർ ആക്ടിവേറ്റ് ആയിട്ടില്ല, അതിന് കുറച്ച് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ചെയ്തത്, ഞാൻ അവിടെ പോയി ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, ഓൺലൈൻ വഴിയായിട്ട് തന്നെ നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാൽ ശരി, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു ആപ്പ് എടുക്കാൻ പറഞ്ഞു. ആ ആപ്പ് തുറന്നു, അതിൽ അവർ പറയുന്നതൊക്കെ ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഒരു 5 രൂപ നിങ്ങൾ അടയ്ക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഗൂഗിൾ പേ ഒക്കെ ചെയ്യാറുള്ള ആളാണ്. എനിക്ക് മൊത്തത്തിൽ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ പറയുക, ഒക്കെ സ്റ്റെക്കായി പോവുക. അത് കഴിഞ്ഞിട്ട് ആൾ പറഞ്ഞു, ഇതിൽ നിന്ന് വരാൻ പറ്റുന്നില്ലെങ്കിൽ വേറെ ആരുടെ ഫോണുള്ള അതിൽ നിന്ന് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ മമ്മിയുടെ ഫോൺ എടുത്തു, മമ്മിയുടെ ഫോൺ വെച്ച് ചെയ്തു, അതിൽ നിന്നും പോകുന്നില്ല. അത് ഞങ്ങൾ പറഞ്ഞു, ഇതിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ അവർക്ക് അവിടെ കിട്ടുന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, ട്രൈ ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ഡാഡി കയറി വന്നു. അപ്പോൾ ഡാഡി പറഞ്ഞു, ഇതിപ്പോൾ ചെയ്യണ്ട, നിങ്ങൾ എന്ത് ചെയ്യണേ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ നിങ്ങൾ എന്ത് വിട്ടിട്ടാ ചെയ്യണേ, ഇങ്ങനെയൊന്നും ചെയ്യണ്ട, നമുക്ക് പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് പോസ്റ്റ് ഓഫീസിൽ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവമില്ല, സാധനം അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കിത് ഭയങ്കര ഇതായി. അത് കഴിഞ്ഞിട്ട് മമ്മി കാറ്റീസൺ ടീച്ചറാണ്. അപ്പം മമ്മി ഇങ്ങനെ ഇതിൽ ഒരു സെമിനാറിൻ്റെ ഇത് ഞാൻ എഴുതി കൊടുക്കായിരുന്നു. അപ്പം മമ്മി ഇങ്ങനെ എനിക്ക് വായിച്ചു തരാൻ ഞാൻ എഴുതാം. അപ്പോൾ ഞാൻ മനസ്സിൽ മമ്മി എഴുതുമ്പോഴും എനിക്ക് മനസ്സിൽ ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക, ഇതെൻ്റെ അമ്മ മാതാവാണോ എന്നിങ്ങനെ രക്ഷിച്ചത്, ഇത്ര വലിയ ഒരു തട്ടിപ്പിൽ നിന്ന്, അതായത് ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് എന്നെ രക്ഷിച്ചത് എൻ്റെ അമ്മ മാതാവാണോ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും മമ്മി പറയാണ്, അതിലുള്ളൊരു വാചകം ഇങ്ങനെയാണ്, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വാസം അർപ്പിക്കുവിന്ന്. അപ്പം ഞാൻ ഉറപ്പിച്ചു, ഇതെൻ്റെ മാതാവ് എന്നെ ആ ഒരു തട്ടിപ്പിൽ നിന്ന് എന്നെ രക്ഷിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നും മാതാവിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും സംസാരിക്കും. മാതാവിൻ്റെ അടുത്ത് ഞാൻ റൂമിൽ വന്നിട്ട് എപ്പോഴും ഒന്നില്ലെങ്കിൽ കരയും, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കും, മാതാവ് എന്തത് ഇങ്ങനെ ഒന്നും ശരിയാവുന്നില്ലല്ലോ എന്ന് പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് മെഴുകുതിരിയിൽ മാതാവിൻ്റെ പ്രസൻസ് കാണും. ഒന്നില്ലെങ്കിൽ ലവ്, ഒന്നില്ലെങ്കിൽ പൂക്കൾ, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പം ഞാൻ വിചാരിച്ചു 7 ഒരു നമ്പർ എൻ്റെ തിരിയിൽ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഒന്നില്ലെങ്കിൽ ജനുവരി 7 ഞാൻ പോവായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇത് അന്നായിരിക്കും വരണേന്ന് വിചാരിച്ചു. അതിന് ജനുവരി 7 ആയിട്ടും ഒരു ഇതുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 23 എന്നുള്ളൊരു നമ്പർ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ 23 അപ്പം മാതാവ് എനിക്ക് ഗിഫ്റ്റ് തരാനാവൂലേ എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെ. അപ്പം എൻ്റെ ഏപ്രിൽ കഴിഞ്ഞിട്ടും എനിക്കൊരു ഇതുമില്ല. 23 കഴിഞ്ഞു. അപ്പം എനിക്ക് വിഷമം. പിന്നെ ഞാനത് മറന്നു. സാരില്ല, എനിക്ക് സമയമായിട്ടുണ്ടാവില്ല, എനിക്ക് എന്തോ വലുത് മാതാവ് നന്നായിട്ട് ഒരുക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഈ ജൂൺ 23 എൻ്റെ വിസ വന്നു. അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴും VFS ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ 7 ടോക്കൺ നമ്പർ 7. പിന്നെ ഞങ്ങൾ അന്ന് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ലേറ്റായി, കാരണം 11 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. ഞാൻ അവിടെ എത്തിയപ്പോൾ ബ്ലോക്ക് കാരണം 11:30. അപ്പം ഞാൻ ഭയങ്കര ടെൻഷനായിട്ട് പോയേ. അപ്പോൾ അവരവിടെ ചെന്നപ്പോൾ അവിടെ ടെക്നിക്കൽ എററാണ്, അതായത് ആദ്യം വന്നവർ പോലും റെഡി ആയിട്ടില്ല. അപ്പോൾ അവർ ഇരിക്കുകയാണ് എല്ലാവരും ഇതായിട്ട്. അപ്പം എന്നെ കയറ്റി. അപ്പം എന്നിട്ട് അന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു, നമ്മൾ എന്ത് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ, അന്നത്തെ ഡെയിലി ബ്രെഡിൽ പറഞ്ഞിരുന്നു, എന്ത് നിയോഗത്തിന് ഇത് നിങ്ങളുടെ ഡോക്യുമെൻറ്റുകളൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം, അത് ഇന്ന സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി നേരം വൈകിയല്ലോ. അപ്പം ഞാൻ കാറിലിരുന്നിട്ട് ഇത് കേട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടെക്നിക്കൽ എറർ ആയതുകൊണ്ട് അവിടെ ഒന്നും നടക്കുന്നില്ല. അപ്പം ഞാൻ അത് വീണ്ടും കാണാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ എന്നിട്ട് കാണുമ്പോൾ ഇപ്പം എന്നെ വിളിക്കുന്നു. പക്ഷേ ടെക്നിക്കൽ എററാന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചില്ല, ഞാനത് ഫുള്ളും കാണും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്ത് ഓർത്തില്ല, എനിക്ക് കിട്ടിയത് നമ്പർ ടോക്കൺ 7.
അത് കഴിഞ്ഞിട്ട് 23-ാം തീയതിയാണ് എനിക്ക് വിസ അപ്രൂവൽ വന്നത്. അപ്പോഴും ഞാൻ മറ്റേ 23 മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാതാവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്നത് 23 പറഞ്ഞ എൻ്റെ വിസ അപ്രൂവലിൻ്റെ തീയതിയായിരുന്നു 23 എന്നുള്ളത്. പിന്നെ 7 എന്നുള്ളത് ഈ മാസം 7-ാം തീയതി, അതായത് ജൂലൈ ആണ് മാതാവ് എനിക്ക് കാണിച്ചു തന്നിരുന്നത്. അപ്പോൾ ഈ മാസം 12-ാം തീയതി ഞാൻ ഓസ്ട്രിയയ്ക്ക് പോവാണ്. അതുപോലെ തന്നെ എനിക്ക് ഇതിനിടയിൽ കുറേയധികം മാതാവിൻ്റെ പ്രസൻസ് ഉണ്ടായിട്ടുണ്ട്. അതിനിടയിൽ എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നു. അപ്പോൾ ഞാൻ കൃപാസനത്തേക്ക് വരുന്ന സമയത്ത് അതിനു വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് ഒരു ഭാഗത്തേക്ക് കോടിപ്പോയായിരുന്നു. ആ സമയത്ത് ഞാനും ചേച്ചിയും കൂടിയാണ് അമ്മനെ ആശുപത്രി കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാരൊക്കെ പറഞ്ഞു ആൾക്ക് സ്ട്രോക്കിൻ്റേതായ ഒന്നും കാണുന്നൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഇത് വല്ല ഫേഷ്യലിന് എന്തോ സംഭവിച്ചേക്കണം. പക്ഷെ എൻ്റെ മനസ്സിലേ പറഞ്ഞിരുന്നു എന്തോ ഒരു സംതിങ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു നമുക്കൊരു MRI എടുത്ത് നോക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു നിങ്ങളുടെ ഡൗട്ട് അതാണെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ MRI ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ അവിടെ മാതാവിൻ്റെ ഒരു വലിയ രൂപം ഫോട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉറപ്പിച്ചു ഇത് മാതാവ്. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെളിപ്പെടുത്തി തരണം, എന്ത് അസുഖമാണ് എന്ന് വെച്ചാൽ അത് പറഞ്ഞു തരണം, എന്നാലേ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു നമുക്കിത് റിസൾട്ട് വരാൻ വൈകും, നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, ഇപ്പോൾ വാർഡിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ വാർഡിൽ ചെന്ന സമയത്ത് അമ്മയുടെ ബെഡ് ഇരിക്കണതിൻ്റെ തൊട്ടപ്പുറത്തെ ടേബിളിന്മേ കൃപാസനം പത്രം ഇരിക്കുന്നുണ്ട്. അത് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാവിൻ്റെ അതേ ഫോട്ടോ അത്രയും വലുപ്പത്തിൽ ഒരു തരം ഇവിടെ തൊട്ട് ഇവിടെയുള്ള ഒരു നീളം എൻ്റെ കയ്യിലുള്ള ആ നീളത്തിലുള്ള അത്രയും തന്നെ കൃപാസനം പത്രത്തിൽ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എന്നും വൈകിട്ട് പ്രാർത്ഥിക്കണ അതേ രൂപം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് ഇത് വെളിപ്പെടുത്തി തന്നെയെന്ന്. അപ്പം ഒരു 3:30 സമയമായിരുന്നു. ആ സമയത്ത് 3:30 സമയം ഞാൻ ഇത് വിചാരിച്ച സമയത്ത് തന്നെ ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് വന്നിട്ട് വിളിച്ചു, മോളെ വിളിക്കുന്നുണ്ട്, ഡോക്ടർ വരുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മയ്ക്ക് മൈൽഡായിട്ട് സ്ട്രോക്ക് വന്നിട്ടുണ്ട്, നമുക്കിപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വലിയൊരു ഇതായിരുന്നു. അതുകൊണ്ട് അമ്മേനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതാക്കാൻ പറ്റി. 2 ആഴ്ചയ്ക്കുള്ളിൽ അമ്മ സൗഖ്യപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിരുന്നത് ഞങ്ങളുടെ അടുത്തുള്ള PC ഹോമിൽ പോയിട്ട് അവിടെയുള്ളവരെ അവർക്ക് ഫുഡ് വാരി കൊടുക്കലും അവർക്ക് ബൈബിൾ വായിച്ചു കൊടുക്കലും പിന്നെ അതുപോലെ തന്നെ അവരുടെ തുണികൾ മടക്കി വയ്ക്കുക, പിന്നെ അവരെ കുളിക്കാൻ സഹായിക്കുക, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം മെഡിക്കൽ കോളേജുകളിലൊക്കെ കൊണ്ടുകൊടുക്കും. ഒരു പ്രാവശ്യം ഞാൻ പത്രം കൊടുക്കാൻ പോയ സമയത്ത് ഞാൻ എപ്പോഴും പത്രം കൊടുക്കുമ്പോൾ അത് എത്ര പത്രമാണ് കൊടുക്കുന്നത് അത് രൂപത്തിൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അത് ഉപ്പിട്ട് കുരിശ് വരച്ച് ഓരോ പത്രം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു വചനം എടുത്തിട്ട് ആ വചനം അതിൽ എഴുതി വെക്കും. എന്നിട്ടാണ് ഞാൻ ഇതാർക്കാണ് കയ്യിലെത്തണേ അവരുടെ ജീവിതമായി അനുഭവപ്പെട്ട ഒരു വചനം ഇതിൽ ഈശോപ്പ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് എഴുതിയിട്ടാണ് ഞാൻ ഓരോ പത്രം എടുക്കാറ്. എന്നിട്ട് അങ്ങനെ പോണ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് ഒരു ലവിൻ്റെ ഒരു ഇത് കിട്ടി, പ്രസൻസ് കിട്ടി. അത് ലവിൻ്റെ ഒരു ചിഹ്നം വന്നു മെഴുകുതിരിയിൽ. അങ്ങനെ ഞാൻ കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ഓട്ടോ ചേട്ടന്മാരുണ്ട്. അവിടേക്ക് പോയപ്പോൾ 2 പേരുടെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ സാക്ഷ്യം അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു, എനിക്ക് ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും അവിടെയുള്ള എല്ലാ ഓട്ടോക്കാരെയും വിളിച്ച് റൗണ്ടായി നിർത്തി ഒരു ക്ലാസ് പോലെ എൻ്റെ അടുത്ത് ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ അവർക്ക് എല്ലാവർക്കും ഇവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാ ചേട്ടന്മാരും പോണ ചേട്ടന്മാരെ പോലും അവർ വിളിച്ച് ചെയറിട്ട് കൊടുത്ത് അവിടെ ഇരുത്തി. അന്ന് ഞാൻ റോട്ടിൽ ഞാനിങ്ങനെ പ്രസംഗിച്ചു, അതായത് ഈശോനെ കുറിച്ച്, ഇവിടുത്തെ കൃപാസനത്തെക്കുറിച്ച്, ഇവിടുത്തെ വചനത്തെക്കുറിച്ച് എനിക്കുണ്ടായതൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി.
അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എനിക്ക് തോന്നി ഇനി എനിക്കിങ്ങനെ വചനങ്ങൾ പ്രഘോഷിക്കാം, അങ്ങനൊരു തോന്നി. അതായത് നമുക്ക് വിശേഷവിധിയായിട്ട് എന്താ ചെയ്യാൻ പറ്റാമെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അത് റീൽസ് ചെയ്യാം, അതിൽ വചനം പ്രഘോഷിക്കാം. ഓരോ ദിവസവും ഓരോ വചനം എടുത്ത് അതിനെക്കുറിച്ച് പറഞ്ഞ്, പിന്നെ കൃപാസനത്തെക്കുറിച്ചും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോസിൽ. അങ്ങനെ തുടങ്ങി. അപ്പോൾ എനിക്കിത് തുടങ്ങാൻ ആദ്യം അങ്ങനെ എങ്ങനെ ചെയ്യുക, വീഡിയോ എടുക്കാമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കുറേ പ്രാർത്ഥിച്ചു. പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു ഇത് കിട്ടി, നീ മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കുവിൻ പ്രകാശത്തിലൂടെ. മത്തായി 5:16 എന്നുള്ളൊരു വചനം എനിക്ക് കിട്ടി. അത് എന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ അതിങ്ങനെയായിരുന്നു, മറ്റുള്ളവരെ ഇതിലേക്ക് മുന്നോട്ട് നയിക്കുക, സുവിശേഷത്തിൻ്റെ അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് പിറ്റേ ദിവസം എനിക്ക് ഈ തുടങ്ങണേക്കാട്ട് മുന്നേ ഞാൻ കൃപാസനത്തിലേക്ക് വന്നു. അമ്മ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, മാതാവ് എനിക്ക് ടെൻഷനുണ്ട്, ഞാനിങ്ങനെ തുടങ്ങാൻ പോവാണ് ഒരു ചാനൽ, ഇതുപോലെയാണ്, എനിക്കറിയില്ല, മറ്റുള്ളവരൊക്കെ എന്നെ കളിയാക്കിയാലും കുഴപ്പമില്ല, പക്ഷെ ഞാനത് ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ചോദിച്ചു. പക്ഷെ അതിന് മുന്നൊക്കെ എനിക്ക് ഇവിടെ വരുമ്പോൾ മാതാവിനെയാണ് കിട്ടാറ്. ഇവിടെ പ്രദക്ഷിണമായിട്ട് പോകുമ്പോൾ മാതാവിനെയാണ് എനിക്ക് കിട്ടാറ്. എനിക്ക് അന്ന് കിട്ടിയത് മെഴുകുതിരിയായിരുന്നു, മെഴുകുതിരി കാലമായിരുന്നു കിട്ടിയത്. അപ്പം എനിക്ക് മനസ്സിലായി മറ്റുള്ളവരെ പ്രകാശത്തിലൂടെ മുന്നോട്ടിലേക്ക് നയിക്കുക എന്നതാണ് എൻ്റെ ഒരു ദൗത്യമെന്ന് എനിക്ക് മനസ്സിലായി. മാതാവ് എനിക്കത് വെളിപ്പെടുത്തി തന്നു. അതുപോലെ എന്നിട്ട് ഞാൻ അന്ന് പത്രം കൊടുക്കാൻ പോയപ്പോൾ ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, മോൾ ഇതുപോലെ പ്രസംഗിച്ച് നിങ്ങൾ ഓരോ യൂട്യൂബിലാ അങ്ങനെ ഇട്ട് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടനും കൂടിയും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അധികം സന്തോഷമായി. ഞാൻ പിന്നെ തുടങ്ങി. ഇപ്പോൾ ഒരു 26-27 വീഡിയോസ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ 26-27 വീഡിയോസ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാതാവും ഈശോയ്ക്കും തന്ന നല്ല ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ എൻ്റെ പ്രാർത്ഥന ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിള് എന്നും വായിക്കും. അതുപോലെ തന്നെ എന്നും ഞാൻ എപ്പോഴും ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ വലിയൊരു സാക്ഷിയായി ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി ഞാൻ പറഞ്ഞു. സങ്കീർത്തനങ്ങൾ 62-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം, അവിടുന്നാണ് എനിക്ക് രക്ഷ നൽകുന്നത്, അവിടുന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷയിലെയും കോട്ടയും. പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സാന്ദ്ര സൈമൺ തൃശ്ശൂർ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. വളരെയേറെ വ്യക്തമായിരുന്നു ഈ മകളുടെ സാക്ഷ്യം. ഈ മകൾ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഉടമ്പടി എടുത്തെങ്കിലും അതിനോട് ചേർന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാതെ കണ്ട് പോകുമായിരുന്നു എന്നുള്ളത്. പിന്നെ ഉണ്ടാകുന്നൊരു തിരിച്ചറിവാണ് ഉടമ്പടി പ്രകാരം ജീവിക്കുക എന്നുള്ള തിരിച്ചറിവ്. അതിലോട് ചേർന്നുകൊണ്ട് ജീവിക്കുമ്പോൾ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും അത് പരിശുദ്ധ ഇടപെടലിലൂടെ എക്സാം പാസ്സാകുവാനാണെങ്കിലും ഇൻ്റർവ്യൂ ആണെങ്കിലും അത് അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇൻ്റർവ്യൂ 10 മിനിറ്റ് കൊണ്ട് കഴിയുകയും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടൽ ഈ മകളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഡോക്യുമെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ ഡോക്യുമെൻ്റ് അയച്ചെങ്കിൽ അത് അപ്ഡേഷൻ കിട്ടാത്ത രീതിയിലൊരു മെസ്സേജൊക്കെ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ആകുലതയും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് പലപ്പോഴും അത് എന്താണെന്നുള്ളത് നേരിട്ട് ചോദിക്കാതെ കണ്ട ഓൺലൈൻ വഴി ചെയ്യാനുള്ള പോകുമ്പോഴത്തേക്ക് പിന്നെ ഉണ്ടാകുന്ന തിരിച്ചറിവ് അതൊരു ഓൺലൈൻ തട്ടിപ്പാണെന്നുള്ളൊരു ബോധ്യമാണ്. എന്നാൽ അത് പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലിലൂടെയാണ് അതിനെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ മകളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലാണെങ്കിലും കാരുണ്യ പ്രവർത്തനത്തിലാണെങ്കിലും ഇപ്രകാരം മരിയുടമ്പൊഴി ചേർന്നുകൊണ്ട് സാക്ഷ്യമായിട്ട് ജീവിക്കാമെന്നുള്ളൊരു വാക്ക് ഈ മകളുടെ വാക്കിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വചനത്തെ പ്രഘോഷിക്കുവാനും അനുസരിച്ച് ജീവിക്കുവാനും അതൊരു ചാനലോട് ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും കൃപാസനത്തെക്കുറിച്ചും മരുടമ്പടി ജീവിതത്തെക്കുറിച്ചും വചന ഇപ്രകാരമൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കണമെന്നുള്ള ഈ മകളുടെ വാക്കുകളിൽ നമുക്കത് പൂർണ്ണമായ ബോധ്യമായിരുന്നു. ഇപ്രകാരം ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് തന്നെ ജീവിക്കണമെന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഇനിയും മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് ഇനിയും സാക്ഷ്യങ്ങൾ പറയുവാനും അനേകം മനുഷ്യരിലേക്ക് പരിശുദ്ധ അമ്മയുടെ സാക്ഷ്യത്തെ പങ്കുവെച്ചു കൊടുക്കാനും ഈ മകളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.